ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുവിനെ നിയമിച്ച വിഷയം ഉൾപ്പെടെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അനധികൃത സ്ഥലമാറ്റം ഉയർത്തിക്കാട്ടിയായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. തുടർച്ചയായ രണ്ടാം ദിവസവും നിയമസഭയിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സർക്കാർ മാറിയതിനു ശേഷം സംസ്ഥാനത്തുടനീളം അന്യായമായ സ്ഥലമാറ്റങ്ങളാണ് നടക്കുന്നത് എന്നും സർവീസ് സംഘടനാ നേതാക്കൾ എഴുതി നൽകുന്ന പട്ടികയ്ക്കനുസരിച്ചാണ് സംസ്ഥാനത്ത് സ്ഥലമാറ്റമെന്നും വി ജോയി. NGO അസോസിയേഷന്റെ സൗത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൊടുത്തൊരു കത്തിന്റെ അടിസ്ഥാനത്തിൽ 6 പേരെ ട്രാൻസ്ഫർ ആക്കി. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗതികെട്ട കാലം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കും. നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ് നിങ്ങൾ. എന്നാൽ ബന്ധുവിനെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ജോയിയുടെ പരാമർശത്തിന് മറുപടി നൽകാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. അപ്പൊ ഇവിടെ 10 വർഷക്കാലം അവിടെ തന്നെ ഒരേ സീറ്റിലിരുന്ന് വേറെ ഇറങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഒന്ന് തൽക്കാലം ഭരണ സൗകര്യാർത്ഥം മാറ്റേണ്ടതായിട്ട് വരും സാർ. ചില സ്ഥാപിത താല്പര്യക്കാർ സർക്കാരിൽ അഴിഞ്ഞാടുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ രൂക്ഷ വിമർശനം. അധികാരത്തിന്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. കഴിഞ്ഞ ദിവസത്തേതുപോലെ BJPയുടെ കക്ഷി നേതാവ് BB ഗോപകുമാറിന് സംസാരിക്കാൻ അവസരം നൽകുകയോ അവസരം ചോദിക്കുകയോ ചെയ്തില്ല. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ശബരിമല വിഷയമടക്കമുയർത്തി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഗോപകുമാർ. പതിവ് തെറ്റാതെ CMRL എക്സാലോജിക് വിഷയവും ഇന്ന് സഭയിലേക്ക് എത്തി. CMRLന്റെ അളിയൻ സഭയിൽ ഇരിപ്പുണ്ടല്ലോ എന്ന പരാമർശം അബിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു അബിന്റെ പ്രസ്താവന. CMRLന്റെ അളിയൻ ഇവിടെ ഉണ്ടല്ലോ, അളിയനും അച്ചമ്പിയും ചേർന്ന കച്ചവടമൊക്കെ പൊട്ടിക്കും. BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലിന്റെ ഫലമാണ് ചാത്തന്നൂരിലെ ഗോപകുമാറിന്റെ വിജയമെന്ന് KU ജനീഷ് കുമാർ ആരോപിച്ചു. അടുക്കള മുറ്റത്ത് അയൽക്കാരനെ മാത്രമേ കടിക്കൂ എന്ന ധാരണയിൽ നിങ്ങൾ അണലിയെ വളർത്തരുത്. ഒരു നാൾ ആ അണലി നിങ്ങളുടെ കിടപ്പുമുറിയിലെത്തി നിങ്ങളെയും കടിക്കുമെന്ന് നിങ്ങൾ ഓർത്തോണം. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നാളെ കൂടി തുടരും. അതിനുശേഷം സഭ പിരിഞ്ഞ 19-ാം തീയതിയാകും പിന്നീട് ബജറ്റ് അവതരിപ്പിക്കാനായി ചേരുക. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.